ഹലോ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ? അതിന് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം മൈദയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിറത്തിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കൂട്ടുവിട റെഡിയായി. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ഫ്രൈ പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കനം കുറച്ച കാരണം. തിരിച്ചും മറിച്ച് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. അതേ കടായിലേക്ക് 1/4 മുറി തേങ്ങ ചിരണ്ടിയതൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൈ ചെയ്തെടുത്താൽ അത് മാറ്റി വയ്ക്കാം. ഇനി അതേ കടായിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം നമ്മുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനേ. 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വേവിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞാൽ അതേ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് വേണമെന്നില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിത് അച്ഛന് കൊടുത്ത് നോക്കട്ടെ കേട്ടോ. അച്ഛാ, ഇതൊന്ന് കഴിച്ചു നോക്കി. പുതിയൊരു ഐറ്റങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. തേങ്ങ കണ്ടിട്ട് തേങ്ങ പഴമൊക്കെ ഉണ്ടല്ലോ. തേങ്ങയും പഴമൊക്കെ ഇട്ടിട്ടേ എങ്ങനെയുണ്ട്? രസമുണ്ടോ? നല്ല രസമുണ്ട്.